ആകെ ജനം അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തിയ കോൺഗ്രസിന് ഇന്നും ഭരണം നിലനിർത്താനാകുന്ന രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ചിന്തൻ ശിബിരത്തിനെത്തിയ 400 നേതാക്കളെ സാക്ഷിയാക്കി സോണിയാഗാന്ധി 3 വട്ടം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇന്നത്തെ പ്രതിസന്ധികൾ മറികടക്കുമോ? ഭാരതത്തിലെ ജനാധിപത്യ വിശ്വാസികളെല്ലാം BJP നേതാവായ നിതിൻ ഗഡ്കരി പോലും അതിന് ആഗ്രഹിക്കുന്നു. എങ്കിലും കോൺഗ്രസിന് അതിന് സാധിക്കും എന്ന് തോന്നലുണ്ടാക്കുന്ന ഒന്നും ചിന്തൻ ശിബിരത്തിൽ ഉണ്ടായിട്ടില്ല എന്നതല്ലേ സത്യം. 1998 നടന്ന പച്ച്മാരി ചിന്തൻ ശിബിരത്തിന്റെ ചലനങ്ങൾ പോലും ഉണ്ടാക്കുവാൻ ഉദയ്പൂരിലെ ചിന്തൻ ശിബിരത്തിനായതായി കണക്കാക്കാനാവില്ല. ഇങ്ങനെ പോയാൽ പാർട്ടിക്ക് വലിയ ദുരന്തമാവും ഉണ്ടാവുക എന്ന് മുന്നറിയിപ്പ് നൽകി പാർട്ടിക്കുള്ളിൽ കലാപക്കൊടി ഉയർത്തിയ 23 നേതാക്കളെ ഒതുക്കാൻ ചിന്തൻ ശിബിരത്തിനായെന്നാണ് അവകാശവാദം. എന്നാൽ അവർ മുന്നോട്ട് വെച്ച ആപത് സൂചനകൾ കാര്യമായ പരിഹാരം ഉണ്ടാക്കാനായില്ല. ഒരു ചിന്തൻ ശിബിരത്തിനിടയാക്കുവാൻ അവർക്കായി എന്നത് മാത്രമാവും അവരുടെ നീക്കമുണ്ടാക്കിയ മാറ്റം. നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തുന്ന ഭാരതത്തിൽ ദേശീയ പാർട്ടികൾ വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിത്. പ്രാദേശിക പാർട്ടികൾക്ക് പ്രാദേശിക വികാരങ്ങൾ കൂടുതൽ നിറവേറ്റാനാവുക എന്ന യാഥാർത്ഥ്യം ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാകുന്നു. തെന്നിന്ത്യയിൽ തമിഴ്നാട്ടിലും ആന്ധ്രയിലും തെലുങ്കാനയിലും പ്രാദേശിക പാർട്ടികളാണ് ഭരിക്കുന്നത്. മഹാരാഷ്ട്രയിലും ബംഗാളിലും ഒറീസയിലും മേഘാലയത്തിലും ഉത്തർപ്രദേശിലും പഞ്ചാബിലും ഡൽഹിയിലും ബീഹാറിലുമെല്ലാം ശക്തമാകുന്നത് പ്രാദേശിക പാർട്ടികളാണ്. സംസ്ഥാന താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ദേശീയ പാർട്ടികൾ ആപത്കരമാകുന്നുവെന്ന ചിന്ത ശക്തമാവുകയാണ്. ദേശീയ പാർട്ടിയായി അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മുന്നണിയും കോൺഗ്രസ് മുന്നണിയും ഭരിക്കുന്ന കേരളത്തിൽ മുല്ലപ്പെരിയാർ പോലുള്ള വിഷയങ്ങളിൽ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെടാതെ പോകുന്നത് തന്നെ ഒരു ഉദാഹരണം. സുപ്രീം കോടതിയിൽ കേസ് വിധി കാത്തിരുന്നപ്പോൾ കോൺഗ്രസ് നേതാവ് ചിദംബരം നടത്തിയ തമിഴ്നാട് അനുകൂല പ്രതികരണത്തോട് പ്രതികരിക്കുവാൻ പോലും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനായില്ല. കിനാലൂരിലെ വയൽക്കിളി സമരത്തിൽ BJP ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന്റെ താൽപര്യങ്ങൾ ബലികൊടുത്തതും ഉദാഹരണമാണ്. DMK-കാരിൽ നിന്നും തമിഴ്നാട്ടിൽ 2 ലോക്സഭാ സീറ്റ് നേടാൻ വേണ്ടി CPM നടത്തിയ കളിയും മലയാളികൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും ശക്തമായ ഒരു സംസ്ഥാന പാർട്ടി ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് ദേശീയ പാർട്ടികൾക്ക് പ്രസക്തിയുണ്ട്. എന്നാൽ കെജ്രിവാളിനെ പോലുള്ളവർ കടന്നു വന്ന് കൂടായികയില്ല. ദേശീയ പാർട്ടികൾ സംസ്ഥാന നേതാക്കളെ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ഇത്തരം ദുരന്തം ആവർത്തിക്കും. മധ്യപ്രദേശിൽ കമൽനാഥും രാജസ്ഥാനിൽ ഗെലോട്ടും ഛത്തീസ്ഗഡിൽ റാവത്തുമൊക്കെ ഇത്തരം നീക്കത്തിന് മുതിർന്നാൽ എന്താവും കോൺഗ്രസിന്റെ ഗതി? സംസ്ഥാന നേതൃത്വങ്ങളെ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചിന്തൻ ശിബിരം എന്തെങ്കിലും ചിന്തിച്ചതായി കണ്ടില്ല. അവർക്ക് AICC അധ്യക്ഷയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിലാണ് താല്പര്യം. അതിലൂടെ സംസ്ഥാനങ്ങളിലേക്ക് നേതാക്കളെ കെട്ടിയിറക്കുന്നു. കേരളത്തിൽ രമേശിനോടും ഉമ്മൻചാണ്ടിയോടും ചെയ്തതുപോലുള്ള പ്രവൃത്തികൾ ആവർത്തിക്കാനാണ് നോട്ടം. രമേശും ഉമ്മൻചാണ്ടിയും സംയുക്തമായി ഒരു ബദൽ നീക്കം നടത്തിയാൽ അധികാരം പിടിച്ചില്ലെങ്കിലും കോൺഗ്രസ് നിരപ്പാകും. കരുണാകരന്റെ ഡീക്ക് നീക്കത്തെ തടയാനായത് സംസ്ഥാന ഭരണം കൂടി കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് ഓർക്കുക. നാട്ടിലാകെ ശക്തമാകുന്ന വർഗീയ ധ്രുവീകരണം BJP ശരിക്കും മുതലാക്കുന്നുണ്ടെങ്കിലും മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ ദുർബലമാകുന്നുണ്ട്. ന്യൂനപക്ഷം എന്ന പേരിൽ മുസ്ലിമുകൾ നേടിയെടുക്കുന്ന അവകാശങ്ങളെ കുറിച്ചുള്ള കണക്കുകളും അവർക്ക് വേണ്ടി മതേതരക്കാർ എന്ന് പറയുന്നവർ കാണിക്കുന്ന താല്പര്യവും ഹൈന്ദവ സമൂഹത്തിൽ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസുകാർ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ ആപത്തിന്റെ ഫലം അനുഭവിക്കുന്നു. ഹിന്ദുക്കളെ ചോർത്തിയെടുക്കുവാൻ RSS ഉയർത്തുന്ന വാദങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഉദാഹരണങ്ങളും ഭയപ്പെടുന്നവർ വർദ്ധിക്കുന്നുണ്ട്. മുസ്ലിം സമൂഹത്തിലെ തീവ്രവാദികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മതേതര പാർട്ടികൾക്ക് വിനയാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള തീ പിടിപ്പിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ ഒരു തിരിച്ചുവരവിന് എന്ത് ചെയ്യണമെന്ന് പറയാൻ ശിബിരത്തിനായോ? കോൺഗ്രസിനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുവാൻ ചിന്തൻ ശിബിരം കണ്ടെത്തിയ ഏറ്റവും പ്രധാന നടപടിയെന്ന് ചിത്രീകരിക്കാവുന്ന ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാനില്ല. 6 മാസത്തിനകം സംഘടനയെ സമൂലം പരിഷ്കരിക്കുന്നതിനുള്ള തീരുമാനമുണ്ടാകുമെന്നാണ് ശിബിരവും തീരുമാനിച്ചത്.
ഒരു മാറ്റവും സോണിയാഗാന്ധിക്കോ മക്കൾക്കോ ബാധകമല്ല എന്നതാണ് എല്ലാ തീരുമാനങ്ങളുടെയും ദുർഗതി. കോൺഗ്രസിന്റെ ഭാരവാഹികളിൽ പകുതിയും താഴെയുള്ളവരെ 50 വയസ്സിൽ താഴെയുള്ളവരിൽ നിന്ന് തെരഞ്ഞെടുക്കുമെന്നതും 70 വയസ്സിൽ നേതാക്കന്മാർക്ക് വിരമിക്കൽ ഏർപ്പെടുത്തുമെന്നതും തീരുമാനങ്ങളിൽ ഒന്നാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ പദവികളിലും 50% ഇക്കൂട്ടർക്കായി സംവരണം ചെയ്യും എന്നും പറയുന്നു. ഒരാൾക്ക് ഒരു പദവി, ഒരു കുടുംബത്തിൽ ഒരു ടിക്കറ്റ് തുടങ്ങിയവ ബാധകമാകും. എന്നാൽ ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് ഒന്നിൽ കൂടുതൽ പേർ സജീവമായി രാഷ്ട്രീയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇളവുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് പദയാത്ര നടത്തും. ബ്ലോക്കിന് പുറമെ മണ്ഡലം കമ്മിറ്റികളും വരും. പൊതുജനാഭിപ്രായം അറിയുവാനും നയരൂപീകരണത്തിനും പബ്ലിക് ഇൻസൈറ്റ് വകുപ്പ് രൂപീകരിക്കും. ഓഗസ്റ്റ് 15 മുതൽ ജില്ലാതല പദയാത്രകൾ. 6 മാസത്തിലൊരിക്കൽ പ്രവർത്തക സമിതി മുതൽ ജില്ലാ കമ്മിറ്റികളുടെ വരെ യോഗങ്ങൾ കൂടും. ചിന്തൻ ശിബിരം മുന്നോട്ട് വെച്ച പ്രായപരിധിയായ 70 വയസ്സ് കർക്കശമായി പ്രാബല്യത്തിൽ വരുത്തിയാൽ ആരാവും കോൺഗ്രസിൽ ബാക്കിയുണ്ടാവുക? ശിബിരത്തിന് ആതിഥേയനായ രാജസ്ഥാനിലെ മുഖ്യമന്ത്രി രാജേഷ് ഗെഹ്ലോട്ടിന് പ്രായം 71 വയസ്സാണ്. മധ്യപ്രദേശിലെ കമൽനാഥ് ജനിച്ചത് 1946-ലാണ്. ചിദംബരം ജനിച്ചത് 1945-ൽ. മല്ലികാർജുന ഖാർഗെ 1942-ൽ. ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും 1943-ൽ. കെ സുധാകരൻ 1948-ൽ. ഇങ്ങനെ പോകുന്നു നേതൃനിരയുടെ പ്രായം. ഇവരെല്ലാം ഇറങ്ങിപ്പോയാൽ സംഘടനയ്ക്ക് ആര് നേതൃത്വം കൊടുക്കും? പാർട്ടിയിൽ യുവത്വം കൊണ്ടുവരുന്നത് അത്യാവശ്യമാണ്. പക്ഷെ മുതിർന്നവരും വേണം. ആരെയും ഒഴിവാക്കിയോ പുറത്താക്കിയോ രക്ഷപ്പെടാൻ കോൺഗ്രസിനാവുമോ? എല്ലാവരും കൂടി സഹകരിച്ച് പോരാടേണ്ട കാലമാണിത്. പ്രായപരിധിയേക്കാൾ ഉണ്ടാവേണ്ടത് ടേം പരിധിയല്ലേ? ഒരു തവണ MP-യോ MLA-യോ ആയാൽ മരിക്കാതെ പദവി മാറില്ലെന്നും ആ സ്ഥാനത്തേക്ക് വളർന്നു വരുന്നവനെ വെട്ടിനിരത്തുമെന്നുമുള്ള ഇന്നത്തെ ശൈലി മാറണമെങ്കിൽ നിയമപരമായ നിബന്ധന ഉണ്ടാവണം. 2 തവണ MLA-യോ MP-യോ ആയവർ പിന്നീട് 2 തവണ പാർട്ടിയെ സേവിക്കണമെന്നത് നിർബന്ധമാക്കണം. ഇത്തരം ഒരു നിബന്ധന ഉണ്ടെങ്കിൽ 5 തവണ മത്സരിച്ചു ജയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീഷിനെയും രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും പോലുള്ളവരോട് ഏതാനും കാലത്തേക്ക് മാറി നിൽക്കണമെന്ന് ആരും പറയേണ്ടി വരില്ല. മാറുമ്പോൾ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നില്ല. ഒരു വട്ടം മാറി നിന്നു എന്നതുകൊണ്ട് 5 വർഷത്തിനു ശേഷം തിരിച്ചുവരവിന് സാധ്യതയുണ്ട് എന്നതുകൊണ്ട് മാറ്റി നിർത്തിയാൽ പാർട്ടി വിടാനും തുനിഞ്ഞേക്കില്ല. പാർട്ടിക്ക് ഭരണത്തിലും നിയമസഭാ കക്ഷിയിലും നിയന്ത്രണം ഉണ്ടാവണം. അവരുടെ പ്രവൃത്തികൾ പാർട്ടി നിരീക്ഷിക്കണം. നിയോജക മണ്ഡലം പരിപാലിക്കാത്തവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. രാഹുൽ ഗാന്ധി നടത്താനിരിക്കുന്ന ഭാരതയാത്ര നല്ല പരിപാടിയാണ്. നേതാവിനെ സ്വീകരിക്കാനും അദ്ദേഹം പറയുന്നത് കേൾക്കുവാനും അണികൾ ഉണ്ടാവണം. ജനങ്ങളോട് പറയുവാൻ നല്ല പദ്ധതികളും ആശയങ്ങളും ഉണ്ടാവണം. എങ്കിലേ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ പദയാത്രയ്ക്ക് സാധിക്കൂ. സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നതിന് മഹാത്മാഗാന്ധി ഭാരതയാത്ര തുടങ്ങിയിരുന്നു. ജനങ്ങളെ നേരിട്ട് കാണാൻ, അറിയാൻ. അതിനുശേഷം 1983-ൽ ജനതാ പാർട്ടിയുടെ നേതാവ് S ചന്ദ്രശേഖറാണ് ഒരു ഭാരതയാത്ര നടത്തിയത്. 170 ദിവസം കൊണ്ട് കന്യാകുമാരിയിൽ നിന്നും അദ്ദേഹം രാജ്ഘട്ട് വരെ നടന്നു. പക്ഷേ ജനതാ പാർട്ടി രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് തന്നെ പാർട്ടിക്ക് പുറത്തു പോകേണ്ടി വന്നു. എന്നിട്ടും പിൽക്കാലത്ത് പ്രധാനമന്ത്രിയാകുവാൻ കോൺഗ്രസിലെ ഈ പഴയകാല യങ് ടർക്കിനായി. ഇത്തരം പൊടിക്കൈകൾ കൊണ്ട് കോൺഗ്രസിലേക്ക് ജനം ഒഴുകിയെത്തുമോ? ഒരിക്കൽ നാട് ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്ന് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നിടത്തെത്തി കാര്യങ്ങൾ. ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ എന്തിന് കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കൊടുക്കുവാനും അത് ഭൂരിപക്ഷം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും സാധിക്കാതെ ഇന്നത്തെ പ്രതിസന്ധിയെ മറികടക്കുവാൻ കോൺഗ്രസിനാവില്ല എന്നതാണ് സത്യം. ഒരിക്കൽ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദനത്തിനായി ഒത്തുകൂടിയ ജനങ്ങളുടെ സംഘടനാ രൂപമായി പരിണമിച്ച കോൺഗ്രസിൽ നിന്നും സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ജനങ്ങൾ അകന്നു തുടങ്ങി. സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായിരുന്ന ലക്ഷ്യബോധമോ പ്രതിബദ്ധതയോ വിശ്വസ്തതയോ അപ്രത്യക്ഷമായി.
ഒരു മരവും അവസാനത്തെ വെട്ടിനല്ല നിലം പൊത്തുന്നത് എന്ന സത്യം മറന്ന് ജനം വിട്ടുപോകുന്നതിലൂടെ ഉണ്ടാകുന്ന ബലക്ഷയം കണക്കിലെടുക്കാതെ പാർട്ടി മുന്നോട്ട് നീങ്ങി. എങ്കിലും കുറെ നാൾ അധികാരം നിലനിർത്താനായി. അധികാരത്തിന്റെ ഫലം അനുഭവിക്കുന്നവർ അധികാരം ഉപയോഗിച്ച് എതിരാളികളെ ഇല്ലാതാക്കുവാനും അഴിമതിയും സ്വജന പക്ഷപാതവുമെല്ലാം ജീവിത രീതികളാക്കി. ചിദംബരത്തിനെ പോലുള്ളവർ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് നടത്തിയ ദേശദ്രോഹപരമായ അഴിമതികൾ പുറത്തു വരികയാണ്. അദ്ദേഹത്തിന്റെ കൂറ് സംബന്ധിച്ച ചോദ്യങ്ങൾ പ്രസക്തമാകുന്നു. കേരളത്തിലെ മീഡിയ വൺ ചാനലിന് അനുമതി കൊടുക്കാത്തതിന്റെ പിന്നിലെ കഥയുടെ ബാക്കിയായിരുന്നു തമിഴ്നാട്ടുകാരനായ അദ്ദേഹം പാലായിലെ ബിഷപ്പ് നടത്തിയ നാർക്കോട്ടിക് ജിഹാദിനെതിരെ സംസാരിച്ചത്. അദ്ദേഹം ചീനക്കാർക്ക് വിസ കൊടുത്ത് പണം സമ്പാദിച്ച കേസാണ് ഇപ്പോൾ പൊന്തി വരുന്നത്. രേഖകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരിക്കും. പണത്തിന് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരാണ് അധികം. ധനമന്ത്രി ആയിരുന്നപ്പോൾ കേരളത്തിലെ റബ്ബർ കർഷകരെ വിനാശത്തിലേക്ക് നയിച്ചത് ചിദംബരമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഏറ്റവും പുതിയ ഉദാഹരണം നോക്കുക. കോൺഗ്രസിന്റെ പരമോന്നത നേതാവായി വിലസുന്ന അദ്ദേഹം ബംഗാളിലെ കോൺഗ്രസ് മമതയ്ക്കെതിരെ നടത്തുന്ന പോരാട്ടത്തിൽ മമതയ്ക്ക് വേണ്ടി വാദിക്കുവാൻ കോടതിയിലെത്തി. കുപ്രസിദ്ധമായ ലോട്ടറി കുംഭകോണ കേസിൽ പ്രതി സാന്തിയോഗോ മാർട്ടിന് വേണ്ടി കേരള ഹൈക്കോടതിയിൽ വാദിച്ചത് നളിനി ചിദംബരം. കാർത്തി ചിദംബരത്തിനെതിരെ എത്രയാണ് കേസുകൾ? അദ്ദേഹം ഭരിച്ചിരുന്ന കാലത്ത് രോഗികൾക്കായി സർക്കാർ നടത്തിയ 108 ആംബുലൻസുകളുടെ ചുമതല കാർത്തിക്കായിരുന്നു. ഇത്തരം നേതാക്കൾക്ക് വേണ്ടത് അധികാരം മാത്രമാണ്. സംഘടന അവർക്ക് വിഷയമേ അല്ല. ആരെയെങ്കിലും പുറത്താക്കിയോ മാറ്റി നിർത്തിയോ രക്ഷപ്പെടാവുന്ന നിലയിലല്ല ഇന്ന് കോൺഗ്രസ്. ഒപ്പം നിൽക്കുന്നവരെയെല്ലാം കൂട്ടി നിർത്തിയും സഹകരിപ്പിച്ചുമുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെ കൂടുതൽ ജനങ്ങളെ കൂടെ കൊണ്ടുവന്ന് മാത്രമാണ് കോൺഗ്രസിന് രക്ഷപ്പെടാനാവുക. തനിക്ക് പദവിയില്ലെങ്കിൽ പിന്നെ എന്തിന് സംഘടന എന്ന ചിന്ത അവസാനിപ്പിക്കാതെ കോൺഗ്രസിന് രക്ഷപ്പെടാനാവില്ല. പദവികൾ മോഹിക്കുന്നവരാണ് മിക്കവാറും പേർ. അതുകൊണ്ട് കോൺഗ്രസിലൂടെ ഏറെ നേടിയ നേതാക്കൾ മറ്റുള്ളവർക്ക് അവസരം കൊടുത്തുകൊണ്ട് സംഘടനയ്ക്കൊപ്പം നിന്ന് സംഘടനയെ ശക്തിപ്പെടുത്തണം. ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് നെഹ്റു കുടുംബമാണ്. സീതാറാം കേസരിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വല്ലാത്ത പതനത്തിലേക്ക് വന്ന കാലത്ത് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത സോണിയാഗാന്ധി ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചാണ് കോൺഗ്രസിനെ രക്ഷിച്ചത്. അവർ നേതൃത്വം ഏറ്റെടുത്തെങ്കിലും യഥാർത്ഥ നേതൃത്വം പ്രണബ് മുഖർജിക്കും അഹമ്മദ് പട്ടേലിനും മൻമോഹൻ സിംഗിനുമെല്ലാം കൊടുത്തു. വിദേശി എന്ന പേരിൽ അവർക്കെതിരെ ഉയർന്ന ആക്ഷേപം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കാമെന്ന് കണ്ടപ്പോൾ അവർ മാറി നിന്നു. ഇത്തരം ഒരു സമീപനം ഇന്നും ഉണ്ടാകണം. ഭാരതത്തിലെ വിദഗ്ധനായ പ്രശാന്ത് കിഷോർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ രാഹുൽ ഗാന്ധി മാറി നിന്ന് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കണം. നെഹ്റു കുടുംബത്തിന് അപ്പുറത്തുള്ള ഒരു നേതാവ് ഉണ്ടാകുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചുവരവിന് നല്ലതാണ്. പാർലമെന്ററി ബോർഡ് പുനഃസ്ഥാപിച്ച് രാഹുൽ അതിന്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന പ്രശാന്തിന്റെ നിർദ്ദേശം അദ്ദേഹത്തിന് നേതൃത്വത്തിൽ തുടരാനും മറ്റൊരു നേതാവിനെ കൊണ്ടുവരാനും സഹായിക്കും. എന്നാൽ ചിന്തൻ ശിബിരം ഈ നിർദ്ദേശം തള്ളിയെന്ന് മാത്രമല്ല, പാർലമെന്ററി ബോർഡ് വരുന്നത് പാർട്ടി അധ്യക്ഷയുടെ അധികാരം ചോർത്തുമെന്ന ആശങ്ക ഉയർത്തുകയുമാണ് ചെയ്തത്. ഞങ്ങൾക്ക് പദവികളില്ലെങ്കിൽ പിന്നെ എന്തിനും പാർട്ടി എന്ന നെഹ്റു കുടുംബത്തിന്റെ ഈ സമീപനം താഴെ തട്ടിലുള്ള നേതാക്കൾക്ക് വരെ ഉള്ളപ്പോൾ എങ്ങനെ ശിബിരം മുന്നോട്ട് വെച്ച മാറ്റങ്ങൾ സാധ്യമാകും? സോണിയാഗാന്ധിയോട് ആന്ധ്രയിലെ ജഗ്മോഹൻ റെഡ്ഡിയുടെ അമ്മ ചോദിച്ചതുപോലെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ മാഡം സ്വീകരിക്കാത്ത സമീപനം എന്റെ മകനോട് സ്വീകരിക്കുമെന്നു എന്നതാണ് വിഷയം. AK ആന്റണി പറഞ്ഞതുപോലെ നെഹ്റു കുടുംബമില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകുവാനാവാത്ത നില ഇപ്പോഴുണ്ട്. അത് മാറ്റണമെങ്കിൽ പ്രശാന്ത് കിഷോർ പറഞ്ഞതുപോലുള്ള ഒരു ചികിത്സ അനിവാര്യമാണ്. അവർ കൂടെ നിന്ന് പുതിയ നേതൃത്വത്തെ വളർത്തിയെടുക്കണം. ഒരു കുടുംബവും കോൺഗ്രസിന് അനിവാര്യമല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. നെഹ്റുവും ഇന്ദിരയും ആ കുടുംബത്തിൽ പെട്ടവരായതുകൊണ്ടല്ല, സംഘടനയ്ക്കും നാടിനും വേണ്ടി പ്രവർത്തിച്ചാണ്, തങ്ങളുടെ നേതൃത്വ പാടവത്തിലൂടെയാണ് കോൺഗ്രസിന്റെ ഉന്നത പദവിയിലെത്തിയത്. സ്വാതന്ത്ര്യ സമരം നയിച്ച സാക്ഷാൽ ഗാന്ധിജിയുടെയോ പട്ടേലിന്റെയോ രാജൻ ബാബുവിന്റെയോ ഒന്നും കുടുംബം കോൺഗ്രസിന് അനിവാര്യമായില്ലല്ലോ. ഇന്ദിരയുടെ കാലം മുതൽ മുഖസ്തുതിക്കാർക്കായി കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും സ്ഥാനമാനങ്ങൾ ലഭിച്ചിരുന്നു.
നേതാവിന്റെ ഈ ബലഹീനത സ്ഥാനമോഹികൾ ശരിക്കും പ്രയോജനപ്പെടുത്തി. സ്ഥാനമോഹികൾ ജനസേവനം നിർത്തി. തിരുതമീനുമായി ഡൽഹിക്ക് പറന്ന് പദവികൾ ഉറപ്പിച്ചു. പദവി കിട്ടില്ലെന്നാവുമ്പോൾ കൂടാരം വിടുകയായി. മുഖസ്തുതിക്കാർ ശക്തരാവുകയായി. ഇന്ദിരയുടെ കാലത്ത് പാർട്ടിയിലുണ്ടായിരുന്ന ചന്ദ്രശേഖർ, മോഹൻ ധാരിയ തുടങ്ങിയ യങ് ടർക്കുകൾ ഒതുക്കപ്പെട്ടു. സ്ഥാനമോഹികൾ ഇന്ദിരയുടെ ഒപ്പം നിന്നു. നവഭാരത നിർമ്മിതിക്കായുള്ള വിഭവങ്ങൾ ഈ മുഖസ്തുതിക്കാർക്ക് സ്വന്തമാവുകയായി. മിക്കവാറും നേതാക്കൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു. അധികാരം നിലനിർത്താൻ ഇന്ദിര കോടതികളെ വരെ കൈവച്ചു. 1973 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നിയമനത്തിൽ ഇഷ്ടക്കാരനായ ജസ്റ്റിസ് AN റേയ്ക്ക് വേണ്ടി 3 ജഡ്ജിമാരെ ഇന്ദിര അവഗണിച്ചു. 1977 അടിയന്തരാവസ്ഥ കാലത്തും ജസ്റ്റിസ് ഖന്നയെ അവഗണിച്ച് ജസ്റ്റിസ് MA ബഗിന് ചീഫ് ജസ്റ്റിസ് ആക്കി. കോൺഗ്രസിനെതിരെ ഉയർന്ന ജനരോഷം ശക്തമായി. ജനകീയ സമരം മൂലം കോൺഗ്രസ് ദുർബലമായി. ഗുജറാത്തിലെ കോൺഗ്രസ് സർക്കാരിന് രാജിവെക്കേണ്ടി വന്നു. ബീഹാർ സർക്കാരിനെതിരെ വലിയ ആരോപണം ഉയർന്നു. ഈ ആരോപണങ്ങളെ തുടർന്ന് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ 1974 ബീഹാറിൽ അദ്ദേഹം തുടക്കം കുറിച്ച സമ്പൂർണ്ണ വിപ്ലവ സമരം നാട്ടിലാകെ ശക്തമായി. കോൺഗ്രസിലെ വിരുദ്ധ ശക്തികൾ ഒന്നിച്ചു. പിടിച്ചു നിൽക്കാൻ ഇന്ദിര 1974 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതോടെ കോൺഗ്രസ് വിരുദ്ധ ശക്തികൾ കരുത്താർജിച്ചു. 1976 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുറത്താക്കപ്പെട്ടു. അധികാരത്തിലെത്തിയ ജനതാ പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനായില്ല. 1979 കോൺഗ്രസ് പിളർന്നു. ഇന്ദിര പുറത്താക്കപ്പെട്ടു. എന്നാൽ അവരുടെ കൂടെ നിന്നവർക്കായി ശക്തി. അതോടെ കോൺഗ്രസ് എന്നാൽ ഇന്ദിര എന്നായി. 1980 ഇന്ദിരയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് വീണ്ടും തിരിച്ചെത്തി. തെരഞ്ഞെടുപ്പ് തോൽവി ഇന്ദിരയെ വലിയ പാഠങ്ങളൊന്നും പഠിപ്പിച്ചില്ല. മുഖസ്തുതിക്കാർ അഴിഞ്ഞാടി. AR അന്തുലെയും ഗുണ്ടറാവുവും പോലുള്ള സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ ഭരണം നാട്ടുകാർക്ക് വല്ലാത്ത ദ്രോഹമായി മാറി. രാജീവ് ഗാന്ധിയും നരസിംഹറാവുവും എന്തിന് മൻമോഹൻ സിംഗ് സർക്കാർ വരെ അഴിമതികളുടെ കൊടുങ്കാറ്റിൽ വല്ലാതെ ഉലഞ്ഞു. പല മന്ത്രിമാർക്കും ജയിൽ വരെ പോകേണ്ടി വന്നു. ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങളിലുണ്ടായ കോൺഗ്രസ് ഇതര സർക്കാരുകളെ കേന്ദ്രം അസ്ഥിരപ്പെടുത്തി. കേരളത്തിലെ പോലെ വിമോചന സമരം ഉണ്ടായതുകൊണ്ടായിരുന്നില്ല പലതും. പിന്നെയോ കോൺഗ്രസ് ഇതര സർക്കാരുകളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരുന്നു. ആന്ധ്ര നിയമസഭയിൽ വൻ ഭൂരിപക്ഷമുണ്ടായിരുന്ന NT രാമറാവുവിനെയും കർണാടകത്തിൽ SR ബൊമ്മയെയും എല്ലാം ഒരു ന്യായവുമില്ലാതെ പിരിച്ചു. കോടതികൾ ഇടപെട്ടു. കോടതികളെ ഒപ്പം നിർത്താൻ സീനിയോറിറ്റി മറികടന്നുള്ള സ്വന്തക്കാരായ ജഡ്ജിമാരുടെ നിയമനങ്ങളും അതുപോലുള്ള നടപടികളും ഉണ്ടായി. ഇന്ദിര തന്ത്രജ്ഞയായ നേതാവായിരുന്നു. പക്ഷെ അവർ കോൺഗ്രസിൽ മറ്റു നേതാക്കൾ വളരാതെ നോക്കി. ശാസ്ത്രിയുടെ ആകസ്മിക മരണത്തെ തുടർന്ന് ഇന്ദിര പ്രധാനമന്ത്രിയായത് അക്കാലത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് K കാമരാജിന്റെ തന്ത്രപരമായ ഇടപെടൽ കൊണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴല്ലാത്ത മറ്റൊരു ഭാഷ പോലും വശമില്ലാത്ത നേതാവായിരുന്നു കാമരാജ്. കോൺഗ്രസിൽ അന്ന് വരെ ഉണ്ടായിരുന്ന നേതാക്കളുടെ ഗുണമായിരുന്നു അത്. മൊറാർജി ദേശായിയേക്കാൾ പാർട്ടിക്കും നാടിനും നല്ലത് ഇന്ദിര ആയതുകൊണ്ടാണ് അദ്ദേഹം അതിന് തയ്യാറായത്. എന്നാൽ പിന്നീട് നടന്ന നീക്കങ്ങളിൽ അദ്ദേഹത്തെ പോലും ഇന്ദിര ഒതുക്കി. തമിഴ്നാട് ദ്രാവിഡ പാർട്ടികൾക്ക് തീറെഴുതി. കാമരാജിനെ സ്നേഹിച്ചവർ സംഘടനാ കോൺഗ്രസായി തമിഴ്നാട്ടിൽ ഉറച്ചു നിന്നു. ഇന്ദിരയോടൊപ്പം വന്നവരിൽ കർണാടകത്തിലെ ഗുണ്ടൂറാവും ദേവരാജ് അർസും മഹാരാഷ്ട്രയിലെ ശരത് പവാർ, ജഗ്ജീവൻ റാം തുടങ്ങിയവരെല്ലാം ഇന്ദിര കൊഴിച്ച കോൺഗ്രസ് പൂക്കളായിരുന്നു. അപ്പൻ ചത്താൽ കട്ടിലിൽ കിടക്കാമല്ലോ എന്ന് കരുതിയ മറ്റു നേതാക്കൾ ഇന്ദിരയ്ക്കൊപ്പം നിന്നു. ഇന്ത്യ എന്നാൽ ഇന്ദിര എന്ന് പറയുന്ന DK ബാറുവിനെ പോലെയുള്ളവരായി അവർക്ക് ചുറ്റും. മാഡം ഒരു ചൂലെടുത്ത് തന്ന് മുറ്റം തൂക്കാൻ പറഞ്ഞാൽ അതും ചെയ്യുമെന്ന് പറഞ്ഞ ഗെയിൽ സംഘിനെ പോലുള്ളവർ രാഷ്ട്രപതികളാക്കി. ഇന്ദിര അധികാരം ശരിക്കും അനുഭവിച്ചു. കോൺഗ്രസ് സംഘടന തകരുകയായി. AK ആന്റണിയെ പോലെ ചെറുത്തു നിൽക്കാൻ നോക്കിയവർക്ക് പിടിച്ചു നിൽക്കാനാവാതെ വന്നു. അവസാനം സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞു കൂടെ കൂടി. ഇതൊക്കെയായിട്ടും കോൺഗ്രസ് ഇല്ലാതായാൽ നാട് നശിക്കുമെന്ന് ഭയന്ന ജനം ഇന്ദിരയ്ക്കൊപ്പം നിന്നു. പ്രതിപക്ഷം തട്ടിലായിരുന്നു.
ഖരീബി ഹട്ടാവോ പോലുള്ള മുദ്രാവാക്യങ്ങൾ, ബാങ്ക് ദേശീയവൽക്കരണം പോലുള്ള നടപടികൾ, ബംഗ്ലാദേശ് യുദ്ധം പോലെ വീണ് കിട്ടിയ സാധ്യതകൾ, ബൽച്ചിസം, വടക്കേ ഇന്ത്യയിലെ ഹിന്ദു വോട്ടർമാരുടെ മനം കവരുന്ന പശുവും കിടാവും, കൈപ്പത്തി പോലുള്ള തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ എല്ലാം തരാതരത്തിന് ഉപയോഗിച്ച് ഇന്ദിര വോട്ട് നേടി. അവർ ശരിക്കും തന്ത്രജ്ഞയായിരുന്നു. സാവകാശം കോൺഗ്രസ് കുടുംബ പാർട്ടിയായി. സഞ്ജയ് ഗാന്ധി ഇന്ത്യയെ പുറത്താക്കി അധികാരം പിടിക്കുമോ എന്ന് വരെ സംശയമുണർന്നു. ഒരു ദിവസം സഞ്ജയ് വിമാനാപകടത്തിൽ മരിച്ചു. പകരം രാജീവ് എത്തി. ഇന്ദിര വധിക്കപ്പെട്ടപ്പോൾ രാജീവ് പ്രധാനമന്ത്രിയായി. അദ്ദേഹവും അമ്മയുടെ വഴി നടന്നു. VP സിംഗിനെ പോലുള്ള നേതാക്കളെ ഒതുക്കി. പിൽക്കാലത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി വരെയായ പ്രണബ് മുഖർജിയെ പോലുള്ളവരും ഒതുക്കപ്പെട്ടു. ഇന്ദിരയുടെ തന്ത്രജ്ഞതയോ ശേഷിയോ രാജീവിന് ഉണ്ടായില്ല. ബോഫേഴ്സ് പോലുള്ള അഴിമതികൾ നാടിനെ പിടിച്ചുകുലുക്കി. രാജീവിന്റെ നേതൃത്വത്തിൽ മത്സരിച്ച കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഭാരതത്തിൽ കോൺഗ്രസിനൊരു ബദലുണ്ടാക്കാനുള്ള നീക്കങ്ങളായി. പല ശ്രമങ്ങളും പരാജയപ്പെട്ടു. അവസാനം BJP ശക്തമായ ബദലായി. രാഹുൽ 2 പൊതു തെരഞ്ഞെടുപ്പുകളിൽ മോദിക്കെതിരെ പട നയിച്ചു തോറ്റു. അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ നിന്ന് മോഡി കേരളത്തിൽ ലീഗിന്റെ സഹായം തേടി ലോക്സഭയിൽ എത്തേണ്ടി വന്നു. ഉത്തർപ്രദേശ് തിരിച്ചു പിടിക്കുവാൻ രാപ്പകൽ അധ്വാനിക്കുന്നുവെന്ന് പറയുന്ന പ്രിയങ്കയുടെ സേവനം കൊണ്ട് അവിടെയും പാർട്ടി പിന്നോട്ടാണ്. കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ ഒരു പാർട്ടിക്കും താല്പര്യമില്ല. കോൺഗ്രസ് നെഹ്റുവിന്റെ കാലം മുതലേ മതേതരത്വത്തിൽ വിശ്വസിച്ചു. മതേതരത്വത്തിന്റെ പേര് പറഞ്ഞ് കോൺഗ്രസ് നടത്തുന്ന മുസ്ലിം പ്രീണനത്തിനെതിരെ ഹിന്ദുക്കൾ അസ്വസ്ഥരായി. നാട് വിഭജിച്ച് പിരിഞ്ഞു പോയ പാകിസ്ഥാന് കോടികൾ കൂടി കൊടുക്കണമെന്ന ഗാന്ധിജിയുടെ വാദം തുടങ്ങി. അവസാനം മുസ്ലിം ശരീഅത്തിനു വേണ്ടി രാജീവ് ഗാന്ധി കൊണ്ടുവന്ന മുസ്ലിം വിവാഹമോചന നിയമം വരെ അവരെ അസ്വസ്ഥരാക്കി. മതേതരത്വം എന്നാൽ മുസ്ലിം പ്രീണനമാണെന്ന് കോൺഗ്രസ് കരുതുന്നതായി ഹിന്ദുക്കൾ മനസ്സിലാക്കി. അതോടെ അതിനെതിരായ അടിയൊഴുക്കുകൾ ശക്തമായി. കാശ്മീരിന്റെ പ്രത്യേക പദവി അടക്കം ഹിന്ദു വികാരത്തെ കത്തിജ്വലിപ്പിക്കുന്ന പല ആനുകൂല്യങ്ങളും ഹിന്ദുവാദികൾ ആയുധമാക്കി. ശരീഅത്ത് നിയമം സാവകാശം ഇന്ത്യയിലും നടപ്പാക്കപ്പെടുമെന്ന ഭീതി പോലും ശക്തമായി. അതോടെ ഹിന്ദു മേഖലയിൽ BJPക്ക് ശക്തമായ പിന്തുണയായി. കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന നയം മറ്റു ന്യൂനപക്ഷങ്ങളിലും ഭീതി ഉണ്ടാക്കി. അവരുടെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പുറത്താക്കപ്പെട്ടു. മുസ്ലിം സമൂഹമാകട്ടെ ഓരോ നാട്ടിലെയും പ്രയോജനമനുസരിച്ച് വോട്ട് ചെയ്തു തുടങ്ങി. മുസ്ലിം വോട്ടിന് വേണ്ടി കോൺഗ്രസിന്റെ മതേതരത്വം പ്രാദേശിക പാർട്ടികൾ അഭ്യസിച്ചു തുടങ്ങി. മുസ്ലിം പ്രീണനത്തിലൂടെ വോട്ട് തേടാൻ അവരും കരുക്കൾ നീക്കി. തങ്ങളെ സഹായിച്ചു മുടിഞ്ഞ കോൺഗ്രസിനെ വിട്ട് ഉത്തർപ്രദേശിൽ മുസ്ലിം സമൂഹം മുലായത്തിനൊപ്പമായി. ബംഗാളിൽ മമതയായി ആശ്രയം, ബീഹാറിൽ ലല്ലു പ്രസാദായി കൂട്ടം, ആന്ധ്രയിൽ ജഗനും തെലുങ്കാനയിൽ റാവുമായി. കേരളത്തിൽ മുസ്ലിം ലീഗിലൂടെ അവരുടെ കൂട്ടുറപ്പിക്കാൻ കോൺഗ്രസിനാവുന്നുവെങ്കിലും തീവ്രവാദികളുടെ സഹായം പിണറായിക്കാണ്. തൃക്കാക്കരയിൽ പിണറായിയെ പിന്താങ്ങുമെന്ന് PDP പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളം മുസ്ലിം തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രമായി. സക്കീർ നായിനെ പോലുള്ളവർ തീവ്രവാദികൾ കേരളത്തിലേക്ക് കുടിയേറുവാൻ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചു. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും എല്ലാം ഇവിടെ വ്യാപകമായി. ഒന്നുമില്ലെന്ന് പറഞ്ഞ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും ഒന്നുപോലെ കണ്ണടച്ച് ഇരുട്ടാക്കി. അവസാനം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള സമുദായ നേതാക്കൾക്ക് വീണ്ടും ലവ് ജിഹാദിനെതിരെ പറയേണ്ടി വന്നു. വെള്ളാപ്പള്ളിയുടെ ആക്ഷേപം ആരും കേട്ടില്ലെന്ന് നടിക്കുകയാണ് മതേതര മാധ്യമങ്ങൾ പോലും. ലവ് ജിഹാദുകളുടെ പരിശുദ്ധ പ്രണയത്തെ അവർ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സമീപനം കോൺഗ്രസിനെ ഒരു സമുദായത്തിനും വിശ്വാസമില്ലാത്തതാക്കി. ചുരുക്കത്തിൽ അവരുടെ മതേതരത്വം മുസ്ലിം പ്രീണനമായി മാറി, അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് മുസ്ലിം പ്രീണനം നടത്തുന്നവരെല്ലാം നടന്ന് നീങ്ങുന്നത്. BJPയെ കോൺഗ്രസിന് നേരിടുവാൻ ശക്തമായ കാരണങ്ങൾ ഉണ്ടാകണം. അവ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. തങ്ങൾക്കുള്ള ബദൽ നിർദ്ദേശങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. BJP അധികാരത്തിൽ വന്നതോടെ വടക്കേ ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ ഇല്ലാതാവുകയോ കുറയുകയോ ചെയ്തു. കലാപകാരികൾക്കെതിരെ ശക്തമായ നടപടികളായി. മുത്തലാഖ് നിയമം പോലുള്ളവ ഭേദഗതി ചെയ്തു. ശരീഅത്ത് നിയമം ഭാരതത്തിൽ സമ്മതിക്കില്ലെന്ന് കാണിച്ചു കൊടുത്തു. ഏകീകൃത സിവിൽ കോഡിലേക്ക് നീങ്ങുമ്പോൾ ന്യൂനപക്ഷങ്ങളിൽ പോലും നല്ല വിഭാഗം അതാണ് വേണ്ടത് എന്ന മട്ടിലായി.
ഇന്ദിര കാണിച്ച ഏകാധിപത്യ ശൈലി തന്നെയാണ് അവരും പിൻചെല്ലുന്നത്. തെരഞ്ഞെടുപ്പുകളും വോട്ടും മുന്നിൽ കണ്ടാണ് ഓരോ നീക്കവും. വടക്കേ ഇന്ത്യയിൽ ഹിന്ദു വികാരം ജ്വലിപ്പിച്ച് BJPയെ വിജയിപ്പിക്കുന്നതിന് പറ്റിയ കളികൾ മുസ്ലിം തീവ്രവാദികളും കളിച്ചു കൊടുക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ട നിലയിലായി കാര്യങ്ങൾ. BJP മുസ്ലിം പ്രീണന നടപടികളിലേക്ക് പോകാതെ പ്രധാന കക്ഷികളിലുള്ള ഹിന്ദുക്കളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും നോക്കി കളിക്കുന്നു. വിലകയറ്റം പോലെ സാധാരണക്കാരനെ വല്ലാതെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ടായിട്ടും ഹിന്ദു വികാരം ശക്തമായി കൂടെ നിർത്തിക്കൊണ്ടും മുസ്ലിം പ്രീണനത്തെ എതിർത്തുകൊണ്ടും BJP അവരുടെ കാർഡുകൾ സമർത്ഥമായി നീക്കി മുന്നേറി കളിക്കുന്നു. കോൺഗ്രസിൽ നിന്നും സമാന പാർട്ടികളിൽ നിന്നും മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്നും വരെ ശക്തമായ അടിയൊഴുക്കുകൾ ഉണ്ടാക്കുവാൻ അവർക്കാകുന്നു. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് തിരിച്ചുവരവിന് നടത്തുന്ന നീക്കങ്ങൾക്ക് ഇത്രയും തന്ത്രജ്ഞത മതിയാവില്ല. തിരിച്ചുവരുമെന്ന് ഉച്ചത്തിൽ പറഞ്ഞാൽ പോരാ, അതിനുള്ള സൂചനകൾ നൽകണം. ആരെയും അനുകരിക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം നേടാൻ കോൺഗ്രസിനാകണം. പ്രശാന്ത് കിഷോർ നിരീക്ഷിച്ചതുപോലെ നേതാവും മുന്നണിയും മാത്രമുണ്ടായാൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ല. ജനങ്ങൾക്ക് പ്രീതികരമായ പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഉണ്ടാകണം. അവർക്ക് പുത്തൻ സ്വപ്നങ്ങൾ കൊടുക്കാനാവണം. അത്തരത്തിലൊന്നും ഉദയപൂർ ചിന്തൻ ശിബിരം തരുന്നില്ല എന്നതാണ് സത്യം. ശീലോഹന്റെ കാഴ്ച ഇനി അടുത്ത ആഴ്ച.